ശ്രീമതി ദീപ്തി മേരി വർഗീസ്. രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് BJP നേതാക്കളുടെ പ്രതികരണത്തിൽ, അതായത് മന്നവുമായി ബന്ധപ്പെട്ട BJP നേതാക്കളുടെ പ്രതികരണത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് ഇപ്പോൾ G സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. അതിൽ എന്ത് രാഷ്ട്രീയ ലക്ഷ്യമാണ് കോൺഗ്രസ് കാണുന്നത്? അല്ല, രാഷ്ട്രീയ ലക്ഷ്യമാണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അത് ഇപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്ത പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ സാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു സമുദായ സംഘടനയെക്കുറിച്ച് അഭിപ്രായം, അവരുടെ ഇന്റേണൽ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതായിട്ട് ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരിക്കലും അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അങ്ങനെ ഒരു സമുദായ സംഘടനയെ പറ്റി എന്തുകൊണ്ടാണ് അഭിപ്രായം പറയേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ആനന്ദ ബോസിന് കയറാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി അനൗചിത്യമായി കയറി വന്നു എന്നുള്ളത് ആ സമുദായ സംഘടന പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും വരാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇതെല്ലാം BJPയുമായി ബന്ധപ്പെട്ട ചില ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് BJP അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഡൽഹിയിൽ മറ്റൊരു പിന്നെ മണ്ഡപം ഉണ്ടാക്കുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും അവിടെ വൈസ് പ്രസിഡന്റ് വന്ന്, നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, നമ്മൾ ഒഫീഷ്യലി പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഏത് തരത്തിലാണ് വന്നത്, അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കുക, സുകുമാരൻ നായർക്കെതിരെ പേര് പറയാതെ ആണെങ്കിൽ പോലും ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക, ഇതിൻ്റെ പുറകിലൊക്കെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഞാൻ പറയുന്നത് BJPയെ സംബന്ധിച്ച് ഇതിൻ്റെയൊക്കെ പുറകിൽ BJPയുടെ വർഗീയ അജണ്ടയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷേത്രങ്ങൾ, സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതെല്ലാം സംഘപരിവാർ ശക്തികളുടെ BJPയുടെ അട്ടിപ്പേറാണ് എന്ന് വരുത്തി തീർക്കുവാൻ, എന്നാക്കി തീർക്കുവാനുള്ള വലിയ ശ്രമമാണ് രാജ്യത്ത് കഴിഞ്ഞ 10-15 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിലിരിക്കുമ്പോൾ അതിനു മുമ്പും അത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സമുദായ സംഘടനയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അത് ഏത് സമുദായ സംഘടന ആയിക്കോട്ടെ, അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അവരേത് നിയമത്തിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ സമുദായ സംഘടനയാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് ചർച്ച ചെയ്ത് ആരോ പറയുന്നത് കേട്ടു, സുകുമാരൻ നായർക്ക് NSSന്റെ നായർ കമ്മ്യൂണിറ്റിയുടെ പിന്തുണയില്ല എന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയല്ലേ, അദ്ദേഹത്തിന് നായർ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ NSSലുള്ള അംഗങ്ങളുടെ പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ പറയുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യമല്ലേ? അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചല്ലേ പറഞ്ഞത്. അപ്പോൾ BJPക്ക് ഇപ്പോൾ KS രാധാകൃഷ്ണൻ അഭിപ്രായം പറയുന്നു, വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾ അഭിപ്രായം പറയുന്നു, പ്രസിഡന്റ് 2 ദിവസം കഴിയുമ്പോൾ മാറ്റി പറയുന്നു. അപ്പോൾ അതെന്താണ് അങ്ങനെ പറയാനുണ്ടായ കാരണം? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ KS രാധാകൃഷ്ണൻ പറഞ്ഞ ആ അഭിപ്രായത്തെ BJP തള്ളി പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം അതാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി KS രാധാകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായത്തെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, NSS പോലെയുള്ള സമുദായ സംഘടനകളുടെ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്താണ് കാര്യമുള്ളത്? അവർക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താണുള്ളത്? രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം ഏതാണോ? ഈ മതപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രം, ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം നടന്നു, അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിരുന്നു. ഇവിടെ സോഷ്യൽ ഇഷ്യൂ എന്നതിനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തുടക്കത്തിൽ ഞാൻ കണ്ടു. ഇത് സോഷ്യൽ ഇഷ്യൂ അല്ല, ഇത് പൂർണ്ണമായിട്ടും മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുക, ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക, സമുദായങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക, ഇതാണ് BJPയുടെ ലക്ഷ്യം. അതിനനുസരിച്ചാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ വിഷയങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനം പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പക്ഷേ G സുകുമാരൻ നായർ തന്നെ നല്ല നായരാണെന്ന് പറയുന്നവരും നല്ല നായരാണെന്ന് പറയാത്തവരും പിന്നീട് നല്ല നായരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തവരുമായ നേതാക്കളൊക്കെ കോൺഗ്രസിലുണ്ടല്ലോ. ഇവർക്കാർക്കും ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് NSSനെ വിമർശിച്ചതിൽ പ്രശ്നങ്ങളില്ലല്ലോ. അല്ല, അതിൻ്റെ അകത്തെ ഈ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും ഡയലോഗ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരാണ് മറുപടി പറയേണ്ടത്. അത് കോൺഗ്രസിന് അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തമില്ല. അത് നായരായാലും ഈഴവരായാലും മറ്റേതെങ്കിലും ആണെങ്കിലും. ഈ നായരും ഈഴവരും ബുദ്ധനും സിഖും എല്ലാം ക്രിസ്ത്യാനിയും എല്ലാം കൂടി ചേരുന്ന ഈ വലിയൊരു ഇന്ത്യ, ഈ നാനാത്വമുള്ള ഒരു ഇന്ത്യയെ സ്വപ്നം കണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ രാഷ്ട്രീയ. ഞാൻ പുതുതായി ജാതി പറഞ്ഞത് എന്ന നിലയ്ക്ക് അങ്ങ് പറയരുതേ. കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പല കാലങ്ങളിൽ G സുകുമാരൻ നായർ പറഞ്ഞ പ്രസ്താവനകളാണ് ഞാൻ കോട്ട് ചെയ്തത്. അല്ല,
അല്ല അതത് സമയത്ത് അദ്ദേഹത്തിന് സമയത്ത് മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. ഒരു സമുദായ സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ആർക്കും അവരവരുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായത്തെ ഒന്നും കോൺഗ്രസ് അംഗീകരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിട്ടും ഉണ്ടാകാം, അംഗീകരിക്കാതെയും ഇരിക്കാം. അത് തീരുമാനിക്കേണ്ട കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാൻ ചോദിക്കുന്നത്, മതത്തെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തമ്മിൽ എന്തിനാണ് മിക്സപ്പ് ചെയ്യുന്നത്? സമുദായങ്ങളുടെ ജോലി ചെയ്യട്ടെ, അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വെച്ച് അവർ കാര്യങ്ങൾ ചെയ്യട്ടെ. അവരുടെ ബഡ്ജറ്റ് നടക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇടിച്ചു കയറി അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താണുള്ളത്? അതിനെയൊക്കെ വളരെ പക്വതയോടെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണേണ്ടതാണ്. അങ്ങനെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വരെ അധിക്ഷേപിക്കുന്നു എന്ന ബി.ജെ.പിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് ജി സുകുമാരൻ നായരെ കുറിച്ച് ബി.ജെ.പി അഭിപ്രായം പറഞ്ഞപ്പോഴുണ്ടാകുന്നതാണ്. ഞാൻ ചോദിച്ചത് അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ അഭിപ്രായം ഉണ്ടാകണമല്ലോ. അങ്ങ് പറഞ്ഞാലും മതി. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ അഭിപ്രായം എല്ലാ കാലത്തും എന്താണ്? സമുദായ സംഘടനകൾ അവരുടെ ജോലി ചെയ്യട്ടെ. സമുദായ സംഘടനകളുടെ കാര്യത്തിലോ അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലോ അവരുടെ ഡെയിലി ബിസിനസിന്റെ കാര്യത്തിലോ ഒന്നും കോൺഗ്രസ് ഒരു കാലത്തും ഇടപെട്ടിട്ടില്ല, ഒരു കാലത്തും അഭിപ്രായം പറഞ്ഞിട്ടില്ല. പേഴ്സണൽ ഡയലോഗ്സ് ആരെങ്കിലും ഒക്കെ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു കാലത്തും കോൺഗ്രസ് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബി.ജെ.പിയെ പോലെ ഇന്ന് കേരളത്തിലും രാജ്യത്തും സമുദായത്തിനുള്ളിൽ കയറി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകുന്ന മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനമാണുള്ളത്? ഈ ഒരു ടെൻഡൻസി, ഈ ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്ന കാലം മുതൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. എന്ത് കാര്യത്തിനും മതത്തെയും ക്ഷേത്രങ്ങളെയും, ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഈശ്വരി ഇവിടെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കേണ്ടത്? ക്ഷേത്രങ്ങളുടെ അകത്തെ ആചാരങ്ങളുടെ കാര്യം തീരുമാനിക്കേണ്ടത് ആ ക്ഷേത്രത്തിനകത്തുള്ള തന്ത്രി തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിന്റെ അഡ്മിനിസ്ട്രേഷനോ അതിന്റെ ഫൈനാൻഷ്യൽ ഡീലിംഗ്സിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഓവർലുക്ക് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഒരു ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റ് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത് മാത്രമേ ചെയ്യുള്ളൂ, ഒരു സംശയവും വേണ്ട. ഒരു മതത്തിന്റെ കാര്യത്തിലും ഒരു സമുദായത്തിന്റെ കാര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇടപെടില്ല. ഓക്കെ, പക്ഷേ ഈ സമുദായം നോക്കൂ, ജി സുകുമാരൻ നായരും മുഖ്യമന്ത്രിയുമായി ഏറ്റവും അവസാനമുണ്ടായ പ്രശ്നം എന്താണ്? അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരാകരിക്കുകയാണ് ചെയ്തത്. അതിനെതിരെ അദ്ദേഹം വളരെ ഫ്യൂരിയസ് ആയി പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് NSS പോലെ ഒരു സംഘടന ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിക്കുമ്പോൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്? അല്ല, അതെന്താണ് കാരണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയേണ്ടത്. എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദിവസം എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച ദിവസം കൊടുക്കാത്തത് എന്നുള്ളത് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പോകുമോ? അത് തന്നെ പറഞ്ഞേ മുഖ്യമന്ത്രി എന്ത് കാരണം കൊണ്ടാണ് ആ ദിവസം അദ്ദേഹത്തിന് അനുമതി കൊടുക്കാതിരുന്നതിന്റെ കാരണം അദ്ദേഹമാണ് പറയേണ്ടത്. കാരണം ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് ആ ദിവസം സൗകര്യപ്രദമായിരിക്കില്ല. ചിലപ്പോൾ മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇനി അദ്ദേഹം തയ്യാറായോ എന്നറിയില്ല. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചു, അത് നിരാകരിച്ചു എന്നുള്ളതാണ്. ശരി. അല്ല, അത് പാർട്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ നയം എല്ലാ കാലത്തും പാർട്ടി ഒരു സമുദായത്തിന്റെ കാര്യത്തിലോ മതത്തിന്റെ കാര്യത്തിലോ ഇടപെടില്ല എന്നുള്ളത് തന്നെയാണ്. അത് കാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ നയം അതാണ്. ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആരെങ്കിലും അനുവദിക്കുന്നില്ലെങ്കിൽ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും അനുവദിക്കുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാവും. അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് പറയേണ്ട കാര്യമാണ്. അത് പാർട്ടിയുടെ നയമായി ബന്ധവുമില്ല. വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നതിനെ രാഷ്ട്രീയമായി വിമർശിച്ചിട്ടുണ്ടല്ലോ. പിണറായി വിജയന്റെ പ്രയോഗങ്ങൾ, പിണറായി വിജയൻ ആളുകളോട് പെരുമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ടല്ലോ. അത് അങ്ങനെ തന്നെ നിൽക്കും. മാത്രമല്ല, ഇപ്പോൾ ഈ സാമുദായിക സംഘടനകളുടെ കാര്യമാണ് എങ്കിൽ ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സന്ദർശനം CPM വലിയ തോതിൽ വിമർശന വിധേയമാക്കിയൊന്നാണല്ലോ. അല്ല, അതെ ഈ ഹിന്ദു ഐക്യവേദിയുടെ ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ ആരെങ്കിലും ഒക്കെ വന്നിരിക്കുക. ചിലപ്പോൾ സമുദായ സംഘടനകൾ വരും, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരും. അവരെ കാണും, അവരോട് സംസാരിക്കും. അവരെ കാണുന്നതും സംസാരിക്കുന്നതും പറ്റില്ല എന്നൊരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ കാണുന്നതിനെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവർ കണ്ടത് എന്തിനാണ് എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ചർച്ച ചെയ്തതാ. ഇവരെ ആരെയൊക്കെ കണ്ടു, ഈ പോലീസ് ഓഫീസേഴ്സിനെ ഉപയോഗിച്ച് ആരെയൊക്കെ
സിനിമയൊക്കെ കണ്ടു, അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് കാണുന്നതെല്ലാം അത്തരത്തിൽ തോന്നുന്നത്. ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരാൾ അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവാം, ചിലരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതിനൊക്കെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ശരി, അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടതെന്ന് അങ്ങ് പറയുകയും ചെയ്തു. അത് പാർട്ടി നിലപാടല്ല എന്ന് പറയുകയും ചെയ്തു. പാർട്ടി നിലപാടല്ല എന്ന് പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് തർക്കം വെക്കാനില്ല. Debate with Madhu Saji.